ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അവസാന 9 ദിവസങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ഇന്നത്തെ വിഷയം ഉയർപ്പിൻ്റെ 40 ദിവസങ്ങളാണ്. ഉയർപ്പിൻ്റെ 40 ദിവസങ്ങൾ. പുനരുത്ഥാനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള യേശുവിൻ്റെ ജീവിതമാണ് നമ്മൾ ഈ ഹെഡിങ്ങിൽ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഉയർപ്പിൻ്റെ 40 ദിവസങ്ങൾ, പുനരുത്ഥാനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതം. യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ നിന്നും അവിടുത്തെ സ്വർഗീയ ശുശ്രൂഷയിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ മുൻപ് നമ്മളൊരു 40 ദിവസത്തെ ഇടവേള കാണുന്നുണ്ട്. പിതാവിൻ്റെ അടുക്കലേക്ക് സ്ഥിരമായി കയറിപ്പോകുന്നതിന് മുൻപ് ഒരു 40 ദിവസം യേശു കർത്താവ് ഈ ഭൂമിയിൽ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്താനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. പുനരുത്ഥാന ശേഷമുള്ള യേശുവിൻ്റെ പഠിപ്പിക്കൽ അറിയാനായിട്ട് സാധിക്കും. നമുക്കുള്ള പ്രായോഗികമായ പാഠങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് ഈ 40 ദിവസം എന്നുള്ള തെളിവ് നമുക്ക് നോക്കാം. നമ്മൾ 40 ദിവസം എന്ന് പറയുമ്പോൾ 40 ദിവസമാണ് എന്നുള്ള എന്ത് വേണം, ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അന്ന് മുതൽ സ്വർഗാരോഹണം വരെയുള്ള നാളുകൾ 40 ദിവസമാണ് എന്ന് തെളിയിക്കുന്ന വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. 1-ന്റെ 2-3. ഓക്കെ, താൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷൻ ആയി. അപ്പൊ 40 ദിവസമാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം 40 നാളോളം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രവൃത്തികൾ 1-ന്റെ 2-3 എഴുതിയിട്ട് ഉണ്ട്. തുടർന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച യേശു എന്ത് ചെയ്യുന്നതാണ്, സ്വർഗാരോഹണം ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് അതിന്റെ തെളിവ്. 40 ദിവസമാണ് ഇതിന്റെ തെളിവ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. ഈ 40 ദിവസത്തിന് ബൈബിളിൽ ഒരു വലിയ പ്രാധാന്യം ഉള്ളതായി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം ഈ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്യിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. നോഹയുടെ കാലത്ത് 40 ദിവസം എന്ത് ചെയ്തു, മഴ ഉണ്ടായി. പുതിയ ഒരു ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് ആ 40 ദിവസം, അല്ലെ? മനുഷ്യന്റെ ദുഷ്ടത ഏറ്റവും അതികഠിനമായപ്പോഴാണ് പ്രളയം കൊണ്ട് ദൈവം ചെയ്യുന്നത്, ശുദ്ധീകരണം നടത്തുന്നത്. ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിക്കുകയും നീതിയോടെ ജീവിച്ച നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു കാര്യമായി നമ്മൾ ബൈബിളിൽ കാണുന്ന ആദ്യ 40 ദിവസമുണ്ട്. ഒരു പ്രിപ്പറേഷനാണ്, പുതിയ ഒരു ഭൂമി എന്ത് ചെയ്യുക, ഒരുക്കുകയാണ്. പിന്നീട് നമ്മൾ പുറപ്പാട് പുസ്തകം 24-18 അവിടെയും മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൽപ്പനകൾ വാങ്ങാൻ അല്ലെങ്കിൽ കൽപ്പനകൾ പ്രാപിക്കുവാൻ വേണ്ടി 40 ദിവസം സീനായി മലയുടെ മുകളിലായിരുന്നു. അപ്പൊ അതും ഒരു പ്രിപ്പറേഷനാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ കനാൻ ദേശം കൈവശമാക്കാൻ പോകുന്ന ജനം എങ്ങനെ ജീവിക്കണം എന്ന് അറിയേണ്ടതിനുള്ള നിയമങ്ങൾ ലഭിക്കാൻ, അല്ലെങ്കിൽ നിയമങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ആര് പോയത്, മോശ. 40 ദിവസം ആദ്യം ഒരു പ്രിപ്പറേഷനാണ്, പുതിയ ഭൂമിയുടെ പ്രിപ്പറേഷൻ. 2 നമ്മൾ കാണുന്നത് ഈ 10 കൽപ്പനകൾ പ്രാപിക്കാൻ പോകുമ്പം അത് ഒരു പുതിയ ജീവിതത്തിന്റെ പ്രിപ്പറേഷനാണ്. അടിമകളായിരുന്നവരെ ഉടമകളാക്കാൻ വേണ്ടി പോകുമ്പോൾ ഉടമകളായി ജീവിക്കുന്ന സമയത്ത് അവരെങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള നിയമങ്ങൾ. അപ്പം ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ഹോരേബിൽ എന്ന് പറയുന്ന പർവ്വതം വരെ
40 ദിവസം നടന്നു എന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 19:8 വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 19:8. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഹോരേബ് വരെ ആര് പോയി? ഏലിയ പ്രവാചകൻ പോയി. ഇപ്പൊ ഏലിയാവ് പ്രവാചകൻ പോകുമ്പോൾ അവിടെ ഭയമുണ്ട്, ഇസബേല് കൊല്ലുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വെച്ച് ദൈവം എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുകയാണ്, ഒരു ഇമ്പസ്വരം കേൾക്കുകയാണ്. ആ ഇമ്പസ്വരം കേൾക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ മാനം ഉണ്ടാവുകയാണ്, ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ്. അപ്പൊ ഒന്ന്, ഒരു ഭൂമിക്ക് വേണ്ടിയുള്ള ഒരുക്കം. 2, ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം. 3, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം. അങ്ങനെ 40 എന്ന സംഖ്യ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അപ്പൊ യേശു കർത്താവ് ഇവിടെ 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ ചെലവഴിക്കുമ്പോൾ അത് സഭായുഗത്തിന് വേണ്ടിയുള്ള ഒരുക്കമായി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 40 സംഖ്യകൾ പഴയ നിയമത്തിനകത്ത് ഒരുക്കവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഈ ഒരുക്കവും ഈ 40 ദിവസം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? സഭായുഗത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. 40-ാം ദിവസം യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു. 10 ദിവസങ്ങൾ കഴിയുമ്പോൾ പെന്തക്കോസ്ത് നാളാണ്. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരുന്നു, സഭ സ്ഥാപിതമാകുന്നു, സഭായുഗം ആരംഭിക്കുന്നു. ഓക്കെ, അതിനു മുൻപുള്ള 40 ദിവസങ്ങൾ സഭായുഗത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിവസം നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ 40 ദിവസങ്ങളിലെ പ്രധാന സംഭവങ്ങൾ നോക്കിയാൽ നമുക്കതിനെ 3 ഭാഗമായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. പ്രധാന സംഭവങ്ങൾ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. അത് പ്രവൃത്തികൾ 1-ന്റെ 2 മുതൽ 8 വരെ. മൂന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, 3 ഡിവിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഡിവിഷൻ പ്രത്യക്ഷത. 40 നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ ആക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവരെ പഠിപ്പിച്ചു. ദൈവരാജ്യം എന്ന വിഷയം പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു. ഈ യഥാസ്ഥാനത്തെക്കുറിച്ച് ചോദ്യത്തിന് മുൻപിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പഠിപ്പിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം നിയോഗം നൽകി. യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. അപ്പൊ ഈ 40 ദിവസം കൊണ്ട് 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യേശു പ്രത്യക്ഷപ്പെടുന്നു, 2 യേശു പഠിപ്പിക്കുന്നു, 3 യേശു നിയോഗം നൽകുന്നു. നമുക്കതിനെ ഓരോ കാര്യമായിട്ടൊന്ന് ചിന്തിക്കാൻ നോക്കാം. അതായത് 1 by 1 ആയിട്ട് സംഭവങ്ങൾ ക്രമത്തിലൊന്നൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ സംഭവം ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറ. നമുക്ക് മത്തായി സുവിശേഷം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. മത്തായി 28-ന്റെ 6. അവൻ ഇവിടെ ഇല്ല, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുക. ഇപ്പൊ ശൂന്യമായ ഒരു കല്ലറ. മർക്കോസ് 16-ന്റെ 6-ലും ലൂക്കോസ് 24-ന്റെ 6-ലും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മത്തായി 28:6, മർക്കോസ് 16:6, ലൂക്കോസ് 24:6. ഇത്രയും വാക്യങ്ങളിൽ ശൂന്യമായ കല്ലറയെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുക, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് ഇരിക്കും. യേശു കർത്താവിന്റെ ഉയർപ്പ് നമുക്കുണ്ടാകാൻ പോകുന്ന ഉയർപ്പിന്റെ ഒരു തെളിവായിരുന്നു. അത് നമ്മൾ വായിക്കുന്ന എവിടെയാ? നമ്മൾ 1 Corinthians 5-ാം അധ്യായത്തിനകത്ത് ഈ കൊരിന്ത്യ സഭയിൽ ഉയർപ്പിനെ കുറിച്ച് കുറെ സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ പൗലോസ് പറയുന്ന കാര്യം, നമ്മൾ എല്ലാവരും നിദ്ര പ്രാപിക്കത്ത് ഇല്ല. ക്രിസ്തു
മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ഇനി അവന്റെ വരവെങ്കിൽ ഒരു ഉയർപ്പ് ഉണ്ടാകും. പിന്നെ അവസാനം എന്നിട്ട് പറയുകയാണ്, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം ഇങ്ങനെ നിവൃത്തിയാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ആദ്യം നമുക്ക് 20-ാം വാക്യം വായിക്കാം, രണ്ടാമത് 23-ഉം 24-ഉം വായിക്കാം, മൂന്നാമത് 54-ാമത്തെ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15-20. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തും. എന്നിട്ട് 23-24. ഓരോരുത്തരും ഉയർത്തും. അതെങ്ങനെയാണ്? അവരവരുടെ നിരയിലാണ്. എന്ത് പറയുകയാണ്? ആദ്യ ഫലം ക്രിസ്തു. ഓക്കെ, രണ്ടാമത്തെ കാര്യം പിന്നെ ക്രിസ്തുവിന് ഉള്ളവർ. മൂന്നാമത്തെ കാര്യം ക്രിസ്തുവിനുള്ളവരുടെ വരവേൽക്കൽ, പിന്നെ അവസാനം, പിന്നെ അവസാനം. അപ്പോൾ 3 നിരയായിട്ടാണ് ഉയർപ്പുള്ളത്. അതിന്റെ ആദ്യത്തേത് ആരായിരുന്നു? ആദ്യ ഫലം കർത്താവ് യേശു ക്രിസ്തുവാണ്. രണ്ടാമത്തത് അവനുള്ളവർ അവന്റെ വരവേൽക്കൽ. മൂന്നാമത്തത് അവസാനം. അവസാനത്തിലെ മരണം, പാതാളം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, സമുദ്രം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, അന്ത്യനായ വിധി ഉണ്ടാകും എന്ന് പറയുന്ന അവസാനത്തെ ഉയർപ്പ്. 54-ാം വാക്യം പറയുന്നത് നോക്കി. 54-ാം വാക്യം പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തി ആകും. അപ്പൊ യേശു കർത്താവിന്റെ ഉയർപ്പ് ഈ പ്രവചന നിവൃത്തിയുടെ ആരംഭമാണ്. യേശു കർത്താവിന്റെ ഉയർപ്പ് ഈ പ്രവചന നിവൃത്തിയുടെ ആരംഭമാണ്. മരണം നീങ്ങി ജയം വരുന്നിരിക്കുന്നു എന്ന പ്രവചനത്തിന്റെ നിവൃത്തി യേശു ക്രിസ്തുവിന്റെ ഉയർപ്പോടുകൂടെ ആരംഭിച്ചു. ആദ്യ ഫലമായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇനി യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ അവനുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഉയർത്ത് എഴുന്നേൽക്കും. മൂന്നാമത് അവസാനം ഒരു ഉയർപ്പ് ഉണ്ടാകും. യേശു ക്രിസ്തു വരുമ്പോൾ അവനുള്ളവരുടെ ഉയർപ്പിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാകും? ഉയർപ്പ് ഉണ്ടാകും. കാരണം നമ്മൾ ക്രിസ്തു വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെതായി തീർന്നവർ ആണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഉയർപ്പ്, നമുക്കൊരു ഉയർപ്പുണ്ടാകും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉയർപ്പുണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ്, ധൈര്യമാണ്, നമുക്ക് പ്രത്യാശയുടെ ഉറപ്പത് നൽകുകയാണ്. അപ്പൊ ആദ്യത്തെ സംഭവം ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ കല്ലറയാണ് നമുക്ക് നൽകുന്നത്. നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട്, നമുക്കും ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളത് കാണും. ഈ രണ്ടാമത്തെ സംഭവം, മഗ്ദലക്കാരി മറിയയും കുറച്ച് സ്ത്രീകളും കൂടെ യേശുവിന്റെ കല്ലറക്കിലേക്ക് ഞായറാഴ്ച രാവിലെ വരികയാണ്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വന്നു. ഓക്കെ, ഇനി നമ്മൾ മത്തായി 28-1, മർക്കോസ് 16-1, ലൂക്കോസ് 24-10 വായിക്കുമ്പോൾ ഈ മറിയയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ മത്തായി മർക്കോസും ഒരു കൺക്ലൂസീവ് ആയിട്ടാണ് പറയുന്നത്. എല്ലാം ഇവരും എന്ത് ചെയ്യുന്നില്ല, വിശദീകരിച്ച് പറയുന്നില്ല. അതായത് ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യവും വിശദമായിട്ട് ആര് പറയുന്നില്ല? മത്തായിയും പറയുന്നില്ല, മർക്കോസും പറയുന്നില്ല, ലൂക്കോസും പറയുന്നില്ല. യോഹന്നാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്, ലൂക്കോസ് അല്പം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ മത്തായിയും മർക്കോസും അത് ക്രോഡീകരിച്ച് ഒരു കൺക്ലൂസീവ് ആയിട്ട് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പല കാര്യവും വിട്ടുപോയിട്ടുണ്ട്, പറയാതിരുന്നിട്ടുണ്ട്. കാരണം അത് പറയേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. കാരണം യേശുവിന്റെ രാജ്യത്വം തെളിയിക്കാൻ വേണ്ടിയാണ് ആര് പുസ്തകം എഴുതിയത്? മത്തായി എഴുതിയത്. യേശു ദാസനാണെന്ന് പറയാൻ വേണ്ടിയാണ് മർക്കോസ് എഴുതിയത്. യേശു മനുഷ്യപുത്രൻ പറയാൻ വേണ്ടിയിട്ടാണ് ലൂക്കോസ് എഴുതിയത്. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയാൻ യോഹന്നാൻ എഴുതി. അപ്പം ഓരോരുത്തരുടെ ഉദ്ദേശപ്രകാരം എന്തെല്ലാം കാര്യം ഉൾക്കൊള്ളിക്കണോ അത് മാത്രം എന്ത് ചെയ്തു? ഉൾക്കൊള്ളിച്ചു. അപ്പം ഈ മറിയയുടെ കൂടെ, മഗ്ദലക്കാരി മറിയയുടെ കൂടെ വേറെ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരാരൊക്കെയാന്ന് ചോദിച്ചാൽ, മത്തായി 22-2 മഗ്ദലക്കാരി മറിയും മറ്റേ മറിയും എന്ന് പറയുന്നത്. മഗ്ദലക്കാരി മറിയും
മറ്റേ മറിയയും. മർക്കോസിലേക്ക് വരുമ്പോൾ, മർക്കോസ് 16:1 വരുമ്പോൾ മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയും. അപ്പൊ മറ്റേ മറിയ ആരാ? മറ്റേ മറിയ യാക്കോബിന്റെ അമ്മ മറിയ. അപ്പൊ ഒന്നാമത്തെ ആള് മഗ്ദലക്കാരി മറിയ, രണ്ടാമത്തെ ആള് യാക്കോബിന്റെ അമ്മ മറിയ, മൂന്നാമത്തെ ആള് നമ്മൾ ലൂക്കോസ് വായിക്കുമ്പോൾ ശലോമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ശലോമ. നാലാമത് യോഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവിടെ ചേർത്ത് പറയുന്നുണ്ട് മറ്റു സ്ത്രീകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 1 മഗ്ദലക്കാരി മറിയ, 2 യാക്കോബിന്റെ അമ്മ മറിയ, 3 ശലോമ, 4 യോഹന്ന, 5 2-ലധികം സ്ത്രീകൾ, മറ്റു സ്ത്രീകൾ. ഇത്രയും പേരാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? കല്ലറയ്ക്കലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മഗ്ദലക്കാരി മറിയയും കൂടെയുള്ള സ്ത്രീകളും കൂടെ കല്ലറയ്ക്കലേക്ക് വരുന്നു. ഈ കല്ലറയ്ക്കലേക്ക് വന്നപ്പോൾ കല്ല് ഉരുട്ടി നീക്കിയതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോ മഗ്ദലക്കാരി മറിയ ഓടിച്ചെന്ന് ഈ കല്ല് ഉരുട്ടി നീക്കി യേശുവിന്റെ ശരീരം അതിനകത്തില്ല എന്ന് യോഹന്നാനോടും പത്രോസിനോടും പറഞ്ഞു. നമുക്ക് വായിക്കാം. യോഹന്നാൻ തന്നെ 20-ന്റെ 3-ാമത്തെ വാക്യം. ഇരുവരും ഒന്നിച്ച് ഓടി. നമ്മൾ 10-ലേക്ക് വരുമ്പോൾ അവര് എന്ത് ചെയ്യുന്നുണ്ട്? വന്ന് ഈ ശവക്കല്ലറ ശൂന്യമായി കിടക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ സംഭവം എന്തായിരുന്നു? ശൂന്യമായ കല്ലറ. അതിരാവിലെ ആയപ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റു സ്ത്രീകളും കൂടെ കല്ലറയ്ക്കിലേക്ക് വരുന്നു. കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? മഗ്ദലക്കാരി മറിയ പോയി ആരെ അറിയിക്കുന്നു? പത്രോസിനെയും യോഹന്നാനെയും അറിയിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ കല്ലറ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. കല്ലറ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ഇല്ലാന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അങ്ങനെ 10-ാം വാക്യം പറയുന്നത് എന്താ? അങ്ങനെ അവർ തിരിച്ച് ശിഷ്യന്മാർ തിരിച്ച് ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങി. ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആര് പോയില്ല? സ്ത്രീകൾ പോയില്ല. ഈ സ്ത്രീകൾ പോകാതിരുന്നപ്പോൾ ദൂതന്മാർ സ്ത്രീകളോട് സംസാരിച്ചു. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 24-ന്റെ 5-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 24-ന്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവർ ഉയർത്തെഴുന്നേറ്റു. ഇതാരാ പറയുന്നേ? ദൂതന്മാരാ പറയുന്നത്. അപ്പം മഗ്ദലക്കാരി മറിയയും സ്ത്രീകളും കൂടെ വന്നു, കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു. ഓടിപ്പോയി പത്രോസിനെ യോഹന്നാനെ അറിയിച്ചു. അവര് വന്ന് അകത്തൊക്കെ ഇറങ്ങി കണ്ടു. എന്നിട്ട് അവര് തിരിച്ചുപോയി. ആര് തിരിച്ചു പോയില്ല? സ്ത്രീകൾ തിരിച്ചു പോയില്ല. സ്ത്രീകൾ തിരിച്ചു പോകാതിരുന്നപ്പോൾ ദൂതന്മാര് എന്ത് ചെയ്തു? ഈ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല. ഇതുകൂടെ കേട്ടപ്പോ എന്ത് ചെയ്തു? മഗ്ദലക്കാരി മറിയ ഒഴികെ ബാക്കിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മടങ്ങിപ്പോയി. ഈ സ്ത്രീ എന്ത് ചെയ്തു? മഗ്ദലക്കാരി മറിയ അവിടെ കരഞ്ഞുകൊണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ എന്നാൽ 12-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ തുരിഞ്ഞു നോക്കി. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോ നമ്മൾ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന കാര്യം കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ 15-ാം വാക്യത്തിനകത്ത് 16-ാം വാക്യത്തിനകത്ത് ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്ന് അർത്ഥം. അപ്പൊ അടുത്ത സംഭവം എന്ത് ചെയ്യാണ്? യേശു മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. യേശു മഗ്ദലക്കാരി മറിയയ്ക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് മർക്കോസ് 16:9 ഉണ്ട്. മർക്കോസ് 16:9 യേശു ആദ്യം
മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാൽ, ഒന്ന് മറിയയും സഹോദരിമാർ സ്ത്രീകളും കൂടെ കല്ലറയ്ക്കൽ വരുന്നു. കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരെ പോയി പത്രോസിനെ യോഹന്നാനെ പോയി അറിയിക്കുന്നു. അവര് വന്ന് കല്ലറയ്ക്കകത്തുകൂടെ കയറി യേശുവില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. സ്ത്രീകൾ അവിടെ തന്നെ നിൽക്കുന്നു. ദൂതൻ അവരോട് സംസാരിക്കുന്നു. ദൂതൻ സംസാരിച്ചാൽ സ്ത്രീകൾ പോയി കഴിയുമ്പോൾ മഗ്ദലക്കാരി മറിയ തനിച്ചെന്ത് ചെയ്യുക? വീണ്ടും അവിടെ നിന്ന് കരയുക. അങ്ങനെ കരയുമ്പോൾ യേശു അവളോട് പ്രത്യക്ഷപ്പെടുകയാണ്. അവൾക്ക് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയുകയാണ്, സ്ത്രീയെ മറിയെ എന്ന് സ്നേഹത്തോടെ വിളിക്കും. അങ്ങനെ വിളിച്ച ശേഷം സംഭവിക്കുന്ന കാര്യം, യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. യേശു എന്ത് ചെയ്യുന്നു? മറിയയോട് സംസാരിച്ച ശേഷം പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഇത് നമ്മൾ രണ്ട് വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കാൻ മനസ്സിലാകുന്ന കാര്യമാണ്. അതേതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 20-17 വാക്യം വായിക്കാമോ? ഇപ്പൊ വായിച്ച വാക്യത്തിന് 17 വാക്യം. റബൂനി എന്ന സ്ത്രീ വിളിക്കുമ്പോൾ, മറിയ വിളിക്കുമ്പോൾ യേശുവിന്റെ ഉത്തരം എന്താ? യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 28 മത്തായി 28-ന്റെ 9 വാക്യം വായിച്ചു നോക്കാം. മത്തായി 28-ന്റെ 9 വാക്യം. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ഇത് യേശുവിൻ രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്. അത് ആർക്കാണെന്ന് അറിയാമോ? സ്ത്രീകൾക്ക്. സ്ത്രീകൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വന്ന് അവന്റെ കാൽ തൊട്ടു. ആദ്യം യേശു പറഞ്ഞ എന്താ? മറിയയോട്, എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ യേശു പിതാവിന്റെ അടുക്കൽ പോകുന്നതിന് മുൻപാണ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടത്? മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് സ്ത്രീകൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ തൊടുവാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരെ അനുവദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൊടുമ്പോൾ ഒന്നും തിരിച്ചു പറയുന്നില്ല, തുടരുതെന്ന് പറയുന്നില്ല. അർത്ഥം എന്താ? അതിന് ഇവിടെ പോയിട്ടുണ്ട്, പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് വാക്യവും ചേർത്ത് വായിക്കും കിട്ടുന്ന ഒരു ആശയമാണ് അത്. ഈ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു എന്ത് ചെയ്തു? പിതാവിന്റെ അടുക്കൽ കയറിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്ത്രീകൾക്ക് വഴിയിൽ വെച്ച് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതാണ് 8ാമത്തെ കാര്യം. യേശു വഴിയിൽ വെച്ച് മറ്റു സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. 7ാമത്തെ വാക്യം 8ാമത്തെ വാക്യവും 9 അതായത് മത്തായി 28-ന്റെ 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന്, മഗ്ദലക്കാരി മറിയ മറ്റ് സ്ത്രീകളുമായി കല്ലറയ്ക്കൽ വന്നു. കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. യോഹന്നാനെയും പത്രോസിനെയും പോയി അറിയിച്ചു. അവര് വന്നു, അകത്ത് കയറി യേശുവില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ടു. അവര് തിരിച്ച് വീട്ടിൽ പോയി. സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നിന്നു. ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീകൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയി. വഴിയാത്രയിലാണ്. ആ വഴിയാത്രയിലായ സമയത്ത് യേശു മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? 8ാമത്തെ കാര്യം, വഴിയിൽ വെച്ച് യേശു സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരന്മാരോട് പോയി പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണം എന്ന് സ്ത്രീകളോട് പറയും. ഈ സമയത്ത് നടക്കുന്ന മറ്റൊരു കാര്യം മത്തായി 28-ന്റെ 11 മുതൽ 15 വരെ. 9ാമത്തെ സംഭവം മത്തായി 28-ന്റെ 11 മുതൽ 15 വരെ. അപ്പൊ ഈ സ്ത്രീകൾ വീട്ടിലോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ അവരെന്ത് ചെയ്തു? യഹൂദ മതപ്രമാണികളെ പോയി കാണും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഉത്തരവാദിത്തം കൽപ്പിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ ഈ മതപ്രമാണിമാര് പറഞ്ഞു, അയ്യോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം?
യേശുവിനെ അവന്റെ ശിഷ്യന്മാര് കട്ടുകൊണ്ടുപോയി എന്ന് പറയും. ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോ എന്ത് ചെയ്തു? ശിഷ്യന്മാര് വന്ന് യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയണം. ഇനി ഈ വസ്തുത എങ്ങാനും നാടുവാഴിയായ പീലാത്തോസ് അറിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടാൻ ചെയ്തോളാം, ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഇവർക്ക് പണം കൊടുത്തു. അപ്പൊ അങ്ങനെ ഈ പടയാളികൾ പോയി എന്ത് പരസ്യപ്പെടുത്താൻ തുടങ്ങി? ശിഷ്യന്മാർ രാത്രി വന്ന് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയി എന്ന കള്ള വാർത്ത പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് 30-ാമത്തെ സംഭവം. 10-ാമത്തെ സംഭവം, യേശു പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. വാക്യം ലൂക്കോസ് 24:34 വാക്യം. ലൂക്കോസ് 24:34. ലൂക്കോസ് 24:34. ശീമോന് പ്രത്യക്ഷനായി എന്ന് പറയുന്ന സഹോദരന്മാരെ ആര് കണ്ടു? എമ്മാവൂസിൽ നിന്ന് വരുന്ന ശിഷ്യന്മാര് കണ്ടു. ഓക്കെ, അപ്പം പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. ഒരു തെളിവും കൂടെ പത്രോസിന് മാത്രമായി പ്രത്യക്ഷപ്പെട്ടു എന്നതിനുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 15-ന്റെ 5-ാമത്തെ വാക്യം. അതിനു മുമ്പ് കേഫാവിനും പിന്നെ പന്തിരുവർക്കും, അങ്ങനെയല്ലേ? ഇപ്പൊ കേഫാവിനെ അല്ലെങ്കിൽ പത്രോസിന് മാത്രമായിട്ട് എന്തുണ്ടായി? ഒരു പ്രത്യക്ഷത ഉണ്ടായി. അവൻ ശീമോന് പ്രത്യക്ഷനായി എന്ന് ലൂക്കോസിലും കേഫാവിന് പ്രത്യക്ഷനായി എന്ന് 1 കൊരിന്ത്യരിലും പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരാൾ തന്നെ. അവരുടെ പേരാണ് പത്രോസ്. ഓക്കെ, അപ്പൊ പത്രോസിന് സെപ്പറേറ്റ് ആയി അതിന് പ്രത്യക്ഷപ്പെട്ടു. യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യേശു ആദ്യം മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, രണ്ടാമത് ഈ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടു, മൂന്നാമത് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം നടന്നപ്പോ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് നമുക്കറിയത്തുള്ളൂ, ക്ലയോപ്പാവും അദ്ദേഹത്തിന്റെ കൂടെ വേറൊരാളും അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് കരുതപ്പെടുന്നു. വ്യക്തമായ ധാരണകളില്ല, അങ്ങനെ കരുതപ്പെടുന്നു. ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയി? എമ്മാവുസിലേക്ക് പോയി. എമ്മാവുസിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ തമ്മിൽ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ യേശു അവരുടെ കൂടെ ചെന്ന് നടന്നു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല, യേശു അത് മനസ്സിലായില്ല. അവരുടെ കണ്ണ് കുരുടാക്കിയിരുന്നു. അങ്ങനെ മുൻപോട്ട് നടക്കുമ്പോൾ യേശു സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യേശു ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തിയ ശേഷം അവർ ആ ഗ്രാമത്തിലെത്തി. യേശു മുൻപോട്ട് നടക്കുവാനായിട്ട് ഭാവിച്ചു. അപ്പോ ഇവര് പറഞ്ഞു, നേരം വൈകി, ഇന്ന് എന്ത് ചെയ്യാം, ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് യേശുവുമായി ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവര് അത്താഴം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി അപ്പം എടുത്തപ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കൂടെയുള്ള ആള് യേശുവാണ്. അപ്പൊ യേശു നാലാമതായിട്ട് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ റെഫറൻസ് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെ. മർക്കോസ് 16-ന്റെ 12, 13 ആ കാര്യം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യം. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവർ അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ച് ഇല്ല. ഇവിടെ ജസ്റ്റ് നാട്ടിലേക്ക് പോയെന്നേ ഉള്ളൂ. അത് എവിടാണെന്നുള്ള കാര്യം ലൂക്കോസ് പറയുകയാണ്, എമ്മാവുസിലേക്കുള്ള വഴി എന്ന് പറയുക. അപ്പം യേശു എമ്മാവുസിലേക്ക് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷപ്പെട്ടു. അതാണ് 11-ാമത്തെ സംഭവം. 12-ാമത്തെ സംഭവം, യേശു 10 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, യേശു 10 പേർക്ക്. ആ കൂടി ആരില്ല? തോമസ് ഇല്ല. നമുക്ക് വായിക്കാം. അത് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 40 വരെ തോന്നിട്ട്. ലൂക്കോസ് 24-ന്റെ ഓക്കെ.
യോഹന്നാൻ 20:19-23 വരെ. യോഹന്നാൻ 20:19-23 വരെ. ഇരുപത്തിനാലാം വാക്യം. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദീമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പം ഈ തോമസ് ഒഴികെയുള്ള മൊത്തം 12 പേരാണ്. 12 പേരിൽ ഒരാൾ യൂത തെറ്റിയാൻ കത്ത് കളഞ്ഞു. ബാക്കി 11 ഉള്ളൂ. 11 ഒന്ന് കുറച്ചാൽ 10 പേര്. തോമസ് മാറിയല്ലോ. അപ്പൊ തോമസ് ഇല്ലാത്ത സമയത്ത് 10 പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അതാണ് 12ാമത്തെ സംഭവം. 13ാമത്തെ സംഭവം 8 ദിവസം കഴിഞ്ഞിട്ടാണ്. 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ യോഹന്നാൻ 20:26 വായിക്കുമ്പോൾ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസി ആകാതെ വിശ്വാസി ആയിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് വിശ്വാസി ആയിരിക്കാൻ ഒക്കെയുള്ള കാര്യം പറയുമ്പോൾ 11 ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു? യേശു പ്രത്യക്ഷപ്പെടും. അപ്പം ഇത് 13ാമത്തെ സംഭവമാണ്. അപ്പൊ ആദ്യം തൊട്ട് പറഞ്ഞു വന്നാൽ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സ്ത്രീകളും അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ എത്തുന്നു. കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് എന്ത് ചെയ്യുന്നു? പത്രോസിനെയും യോഹന്നാനെയും പോയി അറിയിക്കുന്നു. അവര് വന്ന് കല്ലറയ്ക്കകത്ത് കടന്ന് യേശുവില്ല, ശരീരമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് അവർ മടങ്ങിപ്പോകുന്നു. സ്ത്രീകൾ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൂതന്മാർ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവരും തിരിച്ചു പോകുമ്പോൾ മറിയ വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ യേശു മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വന്ന് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പടയാളികൾ പോയി ശിഷ്യന്മാര് യേശുവിന്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പൈസ വാങ്ങിച്ചേട്ടാണ്. എന്തായാലും പത്രോസ് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം യേശു എന്ത് ചെയ്യുന്നു? എമ്മാവൂസിലേക്ക് പോയ 2 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ 10 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം 11 പേർക്കും 11 ശിഷ്യന്മാർക്കും യേശു കർത്താവ് പ്രത്യക്ഷപ്പെടും. അതിനുശേഷം ഈ 7 ശിഷ്യന്മാര് ചേർന്ന് ഈ ഗലീല കടലിൽ അല്ലെങ്കിൽ തടാകത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 21-ാം അധ്യായത്തിലാണ്. അതിന്റെ ശേഷം പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദീമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവര് പറഞ്ഞു. ഇപ്പൊ എല്ലാ ശിഷ്യന്മാരും ഇല്ല, 7 പേരാണുള്ളത്. ഈ 7 പേരും കൂടെ രാത്രി എന്ത് ചെയ്തു? മീൻ പിടിക്കാനായിട്ട് പോയി. രാത്രി ഒന്നും കിട്ടുന്നില്ല. അതിരാവിലെ ആയപ്പോൾ ഇവരെന്ത് ചെയ്യുക? ഈ കരയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ കരയിലേക്ക് വരുന്ന സമയത്ത് കരയിൽ ഒരാൾ നിൽപ്പുണ്ട്. വിളിച്ചു ഒതുക്കിയാണ്, വല്ലതും ഉണ്ടോ? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറയുകയാണ്, ഒന്നും കിട്ടിയ. യേശു പറഞ്ഞു, ഇന്ന സ്ഥലത്തുമായി നീക്കി വല ഇറക്കാൻ പറയുന്നു. അങ്ങനെ വല ഇറക്കുമ്പോൾ 153 വലിയ മീനുകൾ എന്ത് ചെയ്യുന്നു? വലിയ മീനുകളെ കിട്ടുന്നു. അപ്പൊ യോഹന്നാൻ പറയുകയാണ്, അത് യേശുവാണ്. അത് യേശുവാണെന്ന് പറയുമ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്ക് ചാടും. എന്നിട്ട് ഈ വലയൊക്കെ വലിച്ച് യേശു അടുത്തേക്ക് വരുമ്പോൾ യേശു അവിടെ കനലിന്മേൽ ചുട്ട അപ്പവും മീനുമായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിക്കുക. അങ്ങനെ യേശു 3ാമത് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷം ആകും. ശിഷ്യന്മാർക്ക് മാത്രമായി പ്രത്യക്ഷമാണ് 3ാമത്തെ കാര്യം പറയുന്നത്.
അതിന് മുമ്പ് മംഗലക്കാരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടു, മറ്റ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു, പത്രോസിന് മാത്രമായി പ്രത്യക്ഷപ്പെട്ടു, 2 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ ശിഷ്യന്മാർക്ക് മാത്രമായിട്ടുള്ള 3ാമത്തെ പ്രത്യക്ഷതയാണ് യോഹന്നാൻ 21 ഉള്ളത്. അത് യോഹന്നാൻ 21 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 21 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഓക്കെ, അടുത്ത സംഭവം നമ്മൾ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ 500-ൽ അധികം സഹോദര വിശ്വാസികൾക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 6ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ 6ാമത്തെ വാക്യം. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നുവല്ലോ, ചിലരോ നിദ്ര പ്രാപിച്ച് ഇരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് 3ാമത് പ്രത്യക്ഷപ്പെട്ട ശേഷം നമുക്കിതിന് ഇവിടെ പറയുന്നതിന് കൃത്യമായ കാലഗതി അല്ലെങ്കിൽ ഏത് ദിവസം പറയാൻ പറ്റത്തില്ല, കാരണം ഏത് ദിവസം പറഞ്ഞിട്ടില്ല ഇവിടെ. പക്ഷെ എന്തറിയാം, 500-ലധികം പേർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 15-ാമത്തെ സംഭവം 500-ലധികം വിശ്വാസികൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. 16-ാമത്തെ സംഭവം അതിന്റെ 7ാമത്തെ വാക്യം പറയുന്നു, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പൊ എന്ത് ചെയ്തു? യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. യാക്കോബ് ആരാണ്? യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് ആണ്. നമുക്കറിയാം, യേശു കർത്താവ് ഈ ലോകത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ നടത്തിയ സമയത്ത് യേശുവിനെ അംഗീകരിക്കാതിരുന്ന, വിശ്വസിക്കാതിരുന്നവരാണ് സഹോദരന്മാർ, അല്ലെ? അവർ പറയുന്നുണ്ട്, നീ പ്രശസ്തനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? യെരുശലേമിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അവരാരും വിശ്വസിച്ചില്ല. പലപ്പോഴും യേശുവിന് ഭ്രാന്തുണ്ടെന്ന് പോലും ആര് പറയുന്നുണ്ട്? ഈ സഹോദരന്മാര് യേശുവിനെ പിടിച്ചോണ്ട് പോകാനൊക്കെ വരുന്നുണ്ട് മറിയയുമായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് യേശു പറയുന്നത്, എൻ്റെ അമ്മയും സഹോദരന്മാരുമാർ ഞാൻ പറയുന്ന കാര്യം അനുസരിക്കുന്നവരാണ് എന്നൊക്കെ യേശു പറയുന്ന ആ സമയത്താണ്. അപ്പൊ എന്തായാലും അവരെന്ത് ചെയ്തിരുന്നില്ല? യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് യേശു എന്ത് ചെയ്തു? യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ സഹോദരനാണ് എന്നുള്ള പരിഗണനയിൽ സഹോദരനെ യേശു കർത്താവ് പരിഗണിച്ച് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ കൂടെ ഇരുന്ന് ശിഷ്യന്മാർക്ക് ബോധ്യം വരുത്തി കൊടുത്തു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. 17ാമത്തെ സംഭവമാണ്, യേശു ഉയർത്തുവെന്ന് ദൃഷ്ടാന്തങ്ങളാൽ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവർക്ക് ബോധ്യം വരുത്തി കൊടുത്തു. പ്രവൃത്തികൾ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്നു. ഇനി അടുത്ത കാര്യം, അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും എന്ത് ചെയ്യുകയാണ്? യേശു പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പഠിപ്പിക്കുകയാണ്. 2-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കഷ്ടം അനുഭവിച്ച ശേഷം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. താഴോട്ട് വന്ന് നോക്കി, അതിൻ്റെ 5-ാമത്തെ വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പം യേശു എന്ത് ചെയ്യുന്നു? ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞ് കൊടുക്കുന്നു. അതാണ് 18-ാമത്തെ സംഭവം. 19-ാമത്തെ സംഭവം മത്തായി 28-ന്റെ 16 മുതൽ 20 വരെ. മത്തായി 28-ന്റെ 16 മുതൽ 20 വരെ.
അപ്പൊ യേശു കർത്താവ് സുവിശേഷ ദൗത്യം അല്ലെങ്കിൽ സുവിശേഷീകരണം നടത്തണം എന്ന് ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട് പറയുവരെ നിയോഗിക്കുകയും ചെയ്തു. അവസാനത്തെ കാര്യം, 20-ാമത്തെ കാര്യം, യേശു സ്വർഗാരോഹണം ചെയ്തു. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെ, 24-ന്റെ 50 മുതൽ 53 വരെ. ഓക്കെ, സ്വർഗാരോഹണം ചെയ്തു. ഇനി നമ്മൾ പ്രവൃത്തികൾ 1-ന്റെ 9 മുതൽ 11 വരെയും അതേ കാര്യങ്ങൾ തന്നെ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെ. അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നോക്കിയേ, യേശു കർത്താവ് ഒരു മേഘം അവനെ വന്ന് മൂടി അവനെന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവൻ വീണ്ടും വരും എന്നുള്ള പ്രഖ്യാപനം ദൂതന്മാരിലൂടെ. അങ്ങനെ 20 സംഭവങ്ങളാണ് ഈ ദിവസത്തിനകത്ത് നടന്നിട്ട് ഉള്ളത്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. 1-ാമത്തെ സംഭവം ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറ. ഒരു ദൂതൻ വന്ന് കല്ല് ഉരുട്ടി നീക്കി. അതാണ് സംഭവിച്ച കാര്യം. യേശു അതിന് മുൻപ് ഉയർത്തെഴുന്നേറ്റിരുന്നു. ഈ കല്ലറയ്ക്കലേക്ക് മഗ്ദലക്കാരി മറിയയും മറ്റ് സഹോദരിമാരും മറ്റ് സ്ത്രീകളും കൂടെ രാവിലെ വരുന്നു. അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ വരുന്നു. കല്ല് ഉരുട്ടി നീക്കിയത് കാണുന്നു. അതുപോലെ ആരെ അറിയിക്കുന്നു? യോഹന്നാനെയും പത്രോസിനെയും അറിയിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ ഓടി വന്നു കല്ലറയ്ക്കകത്ത് കടന്ന് യേശുവിന്റെ ശരീരമില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിൽക്കുന്നു. ദൂതന്മാർ എന്ത് ചെയ്യുന്നു? ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവനെ മരിച്ചവരെ അന്വേഷിക്കുന്നത്? അപ്പൊ അവരും എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷെ മഗ്ദലക്കാരി മറിയം മാത്രം എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? യേശു അവർക്ക് പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു എന്ത് ചെയ്യുന്നു? പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നു. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? ഈ സ്ത്രീകൾക്ക്, അതായത് മറിയവിടെ നിർത്തിയിട്ട് പോയ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നു? യേശു പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമുണ്ട്. പടയാളികൾ പോയിട്ട് എന്ത് ചെയ്യുക? ഈ വാർത്ത പറയുകയും അവരിങ്ങനെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുക. യേശു ശിഷ്യന്മാരെ മോശപ്പെട്ടു പോയി. അതിനുശേഷം യേശു എന്ത് ചെയ്യുന്നു? ശീമോന് പ്രത്യക്ഷപ്പെടുന്നു. പത്രോസ് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് 10 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വീണ്ടും 11 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് 7 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? യേശു 500-ൽ പരം സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. യാക്കോബിന് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം യേശു ദൈവരാജ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ച് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? അവർക്ക് തെളിയിച്ച് കൊടുക്കുന്നു. തെളിയിച്ച് കൊടുത്ത ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് നിയോഗം നൽകുന്നു. സുവിശേഷീകരണം നിയോഗം അവർക്ക് നൽകുന്നു. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നു? സ്വർഗാരോഹണം ചെയ്യുക. അപ്പൊ ഒരു ദൂതൻ കല്ലുരുട്ടി നീക്കിയ സംഭവത്തോടെയാണ് ഈ 40 ദിവസം ആരംഭിക്കുന്നത്. ദൂതന്മാർ പറയുകയാണ് അവൻ വീണ്ടും വരും. ദൂതന്മാരുടെ പ്രഖ്യാപനത്തോടെ എന്ത് ചെയ്യുന്നു? ഈ 40 ദിവസങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ഇനി നമുക്കുള്ള ചില പാഠങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടുന്ന് പഠിക്കാനായിട്ട് കുറേ പാഠങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു പാഠം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. അത് നമ്മുടെ ഉയർപ്പിന്റെ ഉറപ്പാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മരിച്ചവരിൽ നിന്ന്, നിദ്ര പ്രാപിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായിട്ടാണ്. ആദ്യ ഫലം ഉയർത്തുവെങ്കിൽ താൻ ഉയർത്ത മണ്ണിൽ നിന്ന് ഇനിയും ഉയർപ്പ് നടക്കുവാനായിട്ട് ഉണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? അവന്റെ വരവിങ്കൽ, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അവസാനം ഉയർപ്പ് ഉണ്ടാകും. ഇപ്പൊ ഉയർപ്പിന് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ അവനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ എന്ത് ചെയ്യുന്നു? അവസാനം. അപ്പം
നമുക്ക് ഉയർപ്പുണ്ടാകും എന്നുള്ളതിന്റെ ഉറപ്പാണ് യേശുവിന്റെ ഉയർപ്പ്. നമുക്ക് യേശുവിൽ നിന്ന് പഠിക്കാനായിട്ട് കുറച്ച് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, യേശു കർത്താവ് ഈ മഗ്ദലക്കാരി മറിയ പ്രത്യക്ഷപ്പെട്ടതാണ്. ദൂതൻ പറയുന്നുണ്ട്, യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഈ ദൂതൻ പറയുന്ന വാക്ക് പോലും വിശ്വസിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ദൂതൻ പറഞ്ഞ വാക്ക് പോലും വിശ്വസിക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടും പറയുന്ന കാര്യം എന്താ? ഈ യേശു മുമ്പിൽ നിൽക്കുമ്പം അവള് കരുതിയത് എന്താ? തോട്ടക്കാരനാ. ഈ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദുഃഖത്തിലാണ്. പിന്നീട് മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അങ്ങനെ അത്രയും വലിയ മാനസിക പ്രശ്നം സ്ത്രീ നിൽക്കുന്നത്. അപ്പൊ അവൾ എന്ത് തെറ്റിദ്ധരിച്ചു? യേശു ആണെന്ന് കരുതിയതേ ഇല്ല, തോട്ടക്കാരനാണെന്ന് കരുതി. അപ്പൊ എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാം? യേശുവിനെ എടുത്തോണ്ട് പോയിക്കോളാം, നീ എവിടെ വെച്ചെന്ന് പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ യേശു എന്ത് ചെയ്യുക? ആ സ്ത്രീയുടെ ആത്മാർത്ഥതയെ മാനിക്കുക. പക്ഷെ ആത്മാർത്ഥത മുഴുവൻ ഉണ്ടായത് അവളുടെ അബദ്ധത്തിൽ നിന്നാണ്, അല്ലേ? അവളെ കൊണ്ട് ഒരു ശരീരം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു പുരുഷന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അതുമല്ല, ദൂതൻ വന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല. ഈ സ്ത്രീ വിശ്വസിക്കുന്നില്ല. പക്ഷെ യേശു കർത്താവ് അവളെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ ഈ ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ അങ്ങനെയുള്ളവരെ ദൈവം ആദരിക്കും എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ, കർത്താവിനെ അന്വേഷിച്ചാൽ ആര് നമ്മളെ മാനിക്കും? ദൈവം നമ്മളെ മാനിക്കും. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ദൈവം ശൗമ്യനോട് പറയുന്നില്ലേ, അവന്റെ പൊക്കം നോക്കരുത്, അവന്റെ സൗന്ദര്യം നോക്കരുത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഞാനോ അകമേ ഉള്ളത് ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവത്തിന് ഹൃദയത്തെ അറിയാം. നമ്മൾ പറയുന്ന വാക്ക് എവിടുന്ന വന്നേന്നറിയാം. നമുക്ക് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നറിയാം. നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആര് നമ്മളെ മാനിക്കും? ദൈവം നമ്മളെ. അപ്പൊ ആത്മാർത്ഥതയുള്ളവരെ മാനിക്കുന്നവനാണ് കർത്താവ് എന്നൊരു പാഠം നമുക്ക് ഇവിടുന്ന് ആദ്യമായിട്ട് കിട്ടുകയാണ്. റെഫറൻസ് പറയാം, യോഹന്നാൻ 20:11 മുതൽ 16 വരെ. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. യോഹന്നാൻ 20:11 മുതൽ 16 വരെ. ആത്മാർത്ഥതയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യും? ആദരിക്കും. ഇനി ആ ആത്മാർത്ഥതയ്ക്കകത്ത് അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ അബദ്ധങ്ങളായിരിക്കാം, പക്ഷെ അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് ഒരിക്കലും ഒരു പുരുഷന്റെ ബോഡി ഉയർത്താൻ പറ്റത്തില്ല. അത്രയും ശക്തിയൊന്നും ഒരു സ്ത്രീക്കില്ല. പക്ഷെ എന്നിട്ടും ഇവള് പറഞ്ഞ അബദ്ധങ്ങളെയൊക്കെ ആര് മാനിക്കുകയാണ്? യേശു മാനിക്കുകയാണ്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാർത്ഥതയെ ആദരിക്കുന്നവൻ ആണ്. രണ്ടാമത്തെ കാര്യം, ഈ യേശു മറിയെ വിളിക്കുന്നൊരു വിളിയുണ്ട്, അല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര എന്താ പറയുക, മീനിങ് ഫുൾ ആയൊരു വിളിയാണ്. അതിൻ്റെ കാരണം, അതിൻ്റെ അടുത്ത കാര്യം, അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഈ മറിയ പറയുന്നതെന്നറിയാമോ? റബ്ബൂനി എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? റബ്ബൂനി. ഈ റബ്ബി എന്ന വാക്കിന്റെ അർത്ഥമാണ് ഗുരു. ഓക്കെ, റബ്ബി എന്ന വാക്കിന്റെ അർത്ഥമാണ് ഗുരു. ഈ എബ്രായ ഭാഷയ്ക്കകത്ത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അർത്ഥം മാറുന്നതിന്. ഓക്കെ, നീം എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എൻ്റെ എന്നാണ്. ഓക്കെ, റബ്ബി എന്ന് പറഞ്ഞാൽ ഗുരു എന്നും, റബ്ബൂനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു എന്നും അർത്ഥം. ഓക്കെ, അപ്പൊ ഇവൾ ഇവിടെ എന്താ പറയുന്നത്? റബ്ബൂനി എന്നാ പറയുന്നത്, എൻ്റെ ഗുരു എന്നാ പറയുന്നത്. ഈ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് യേശു റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ്. റബ്ബി, നീ എവിടെ പാർക്കുന്നു? അപ്പൊ റബ്ബി എന്ന് വിളിച്ചു തുടങ്ങിയ സുവിശേഷം അവസാനിക്കുമ്പോൾ എങ്ങനെ അവസാനിക്കുന്നേ? എൻ്റെ റബ്ബി എന്ന് വിളിച്ച് അവസാനിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ യേശുവിൻ്റെതാണ് എന്ന് തോന്നുന്നത് പോലെ നമ്മളെ വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ബോധ്യം ഉണ്ടാകും പോലെ നമ്മെ വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഓക്കെ, ജോൺസൺ എന്ന പേരിൽ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ, ഒരു ദിവസം ഈ ജോൺസന്മാരെല്ലാം കൂടെ പിടിച്ച് ഒരു റൂമിനകത്ത് ഇരുത്തി അവരവിടെ കിടന്നുറങ്ങാതിരിക്കും. ഞാൻ ഉൾപ്പെടെ എല്ലാ ജോൺസന്മാരും എന്ത് ചെയ്യുകയാണ്? ഒരു റൂമിനകത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ കിടന്നുറങ്ങുകയാണ്. എൻ്റെ പിതാവ്
ഈ ഡോറിന്റെ പുറത്ത് നിന്നിട്ട് ജോൺസാന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. ജോൺസാന്ന് വിളിച്ച ആ സൗണ്ട് എല്ലാവരുടെയും കാതിലേക്ക് വന്നത് ഒരേ അളവിലാണ്. അവിടെ കിടന്നുറങ്ങുന്ന എല്ലാ ജോൺസന്മാരുടെയും കാതിലേക്ക് വന്നത് ഒരേ അളവിലാണ്. പക്ഷെ അതിന് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്യുന്ന ആര് മാത്രമായിരിക്കും? ഞാൻ മാത്രമായിരിക്കും. എന്താ അച്ചാച്ച എന്ന ഒരു റെസ്പോണ്ട് എൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ആ വിളി എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ്. അത് എൻ്റെ പിതാവാണ് വിളിച്ചതെന്ന് ബോധ്യം ആരേക്ക് നൽകി? എൻ്റെ ബ്രെയിൻ. ശബ്ദം എല്ലാവർക്കും ഒരുപോലെയാ വന്നേ. ജോൺസാന്ന വിളി എല്ലാവരും ഒരുപോലെയാ കേട്ടെ. പക്ഷേ എന്താ പിതാവേ എന്ന റിപ്ലൈ ആർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ? എനിക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. മറിയ എന്നൊക്കെ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇവിടെ ആരുമില്ല. മറിയ എന്നൊക്കെ ഒരുപാട് പേരുണ്ട്, പക്ഷെ മറിയയെ എന്നൊരു വിളി ഞാൻ അവൻ്റെതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിളിയാണ്. അതുകൊണ്ട് അവള് പറഞ്ഞത് എൻ്റെ ഗുരു, എൻ്റെ ഗുരു. ഈ ബന്ധങ്ങൾക്കകത്ത് പലപ്പോഴും പല വിളികളിലും ബന്ധമുണ്ട്. എൻ്റേതാണ് എന്ന തോന്നൽ, അല്ലെങ്കിൽ എന്നെ ഒരാള് ജോൺസാന്ന് വിളിക്കുമ്പോൾ ജോൺസാന്ന് വിളിച്ചയാള് ഏതർത്ഥത്തിലാ വിളിച്ചതെന്ന് ആർക്കറിയാം? വിളി കേൾക്കുമ്പോൾ എനിക്കറിയാം. എൻ്റെ അപ്പൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ് എന്ന രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ എൻ്റെ റെസ്പോൺസ് മാറും അവിടെ. എൻ്റെ അമ്മ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മകൻ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ എൻ്റെ റെസ്പോൺസ് മാറും. പക്ഷെ എൻ്റെ ടീച്ചറിനെ വിളിക്കുന്ന അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പൊ എൻ്റെ റെസ്പോൺസ് എന്തുകൊണ്ട് മാറ്റം? യേശു വിളിച്ചത് മറിയേ, അവളുടെ ഉത്തരം എൻ്റെ റബ്ബി, എൻ്റെ ഗുരു. അപ്പം നമ്മൾ യേശുവിൻ്റെതാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് പോലെ, നമ്മുടെ ബ്രെയിനെ ചിന്തിപ്പിക്കുന്നത് പോലെ വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ വേണം അല്ലേ? നമ്മളെ ആദരിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. നമ്മളെ അവൻ്റെതാണ് എന്ന ബോധ്യം തന്ന് വിളിക്കുന്ന കർത്താവ് നമുക്ക് ഉണ്ട്. അത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മുടെ ഏത് അവസ്ഥയിലും എന്ത് ചെയ്യും? അവൻ നമ്മെ വിളിക്കും. നമ്മൾ പാടാറില്ലേ? വേറെ വിളിക്കും നേരം കാണും എൻ്റെ പേര്. വേറെ വിളിക്കും നമ്മുടെ ജോൺസ, ഇന്നയാളെ കയറി വാ എന്ന് വിളിക്കുമ്പോൾ ആ കൂടെ നമ്മുടെ പേര് ഉണ്ടാകും. നമ്മൾ അവൻ്റെതാണ് എന്ന ബോധ്യം നൽകി നമ്മെ വിളിക്കുന്നവനാണ് കർത്താവ്. മൂന്നാമത്തെ പാഠം എന്നുള്ളത്, മൂന്നാമത്തെ പ്രായോഗികമായ പാഠം യേശുവിൽ നിന്നുള്ളത്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു കർത്താവ് ചില അടയാളങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു കർത്താവ് ചില അടയാളങ്ങൾ സൂക്ഷിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറയാം, രണ്ട് തെളിവുകൾ പറയാം. ഒന്ന്, യോഹന്നാൻ 20:7 വാക്യം. യോഹന്നാൻ 20:7 വാക്യം. അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ഫോൾഡഡ് എന്നാണ് ഇംഗ്ലീഷിനകത്ത്, പറഞ്ഞാൽ മടക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അതിന്റെ യേശുവിനെ തലയിൽ ചുറ്റിയിരുന്ന ആ റൂമാലുണ്ടല്ലോ, നമ്മൾ പുറത്തെന്ന് പറയത്തില്ലേ, ആ സാധനം എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരിടത്ത് മടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ ഭാഗം പഠിച്ചു നോക്കിയേ. അവിടേക്ക് ഇറങ്ങി വരുന്ന ആരാ? ഈ സ്ഥലം വരെ വരുന്ന ആരാ? പത്രോസും യോഹന്നാനുമാ. ഇവർ യേശുവിന്റെ കൂടെ താമസിച്ചവരാ. യേശുവിന്റെ കൂടെ താമസിച്ചവരാ. അപ്പൊ യേശു രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന്റെ കിടക്ക എങ്ങനെയാണ് എന്ന് ആർക്കറിയാം? ആർക്കറിയാം? ശിഷ്യന്മാർക്കറിയാം, കൂടെ പാർത്തവർക്കറിയാം. അപ്പൊ നമ്മുടെ വീട്ടിൽ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മകൻ ബെഡ്ഷീറ്റ് മടക്കും നമുക്കറിയത്തില്ലേ എങ്ങനെയാന്ന്? അല്ലെ നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ നമുക്ക് കണ്ടാ അറിയത്തില്ലേ? അറിയാമോ ഇല്ലയോ? ചിലടത്ത് മടക്കാറില്ല, പ്രശ്നം. മടക്കി വെച്ചാൽ നമുക്കറിയാം ഇത് ഇന്നയാൾ മടക്കിയാണെന്ന് അറിയാം. അപ്പൊ ഈ പത്രോസ് വന്ന് ഇത് കാണുമ്പം ഇത് ചുരുട്ടിക്കൂട്ടി വെച്ചേക്കുന്ന അല്ല, ഇത് ആര് മടക്കിയതാ? കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇത് കാണുന്നതാ. യേശു എഴുന്നേറ്റ് അന്നേരം എന്ത് ചെയ്യും? അവന്റെ ഇത് മടക്കി വയ്ക്കും. ഇത് അതേപോലെ എന്ത് ചെയ്തിരിക്കുന്നു? മടക്കി. അപ്പൊ ഇത് യേശു ഉയർത്തതാ എന്നൊരു ധാരണ ആർക്ക് കൊടുത്തു? പത്രോസിന് കൊടുക്കുകയാണ്. രണ്ടാമത്തെ തെളിവ് 20-ാം അധ്യായം തന്നെ, അതിന്റെ 24-ാമത് 25-ാം വാക്യവും 24 തൊട്ട് 27 വരെ. 24 തൊട്ട് 27 വരെ. മറ്റേ
നോക്കിയേ, ആദ്യം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഇല്ല. ആ തോമസിനെ അറിയിച്ചു. തോമസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കാണണം, എൻ്റെ വിരൽ കൊണ്ട് ആണിപ്പഴുതിലിടണം, എൻ്റെ കൈ വിലാപ്പുറത്ത് ഇടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. 8 ദിവസം കഴിയുമ്പോൾ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു അവൻ്റെ കൈ കാണിക്കുകയാണ്. തോമസേ, വന്ന് എൻ്റെ കൈ കാണും, നിൻ്റെ കൈ കൊണ്ടുവന്ന വിലാപ്പുറം കാണും. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മുറിവും വായിക്കാൻ യേശുവിന് കഴിയത്തില്ലേ? കഴിയും. ഒരിക്കലൊരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു ഇങ്ങനെ ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിനെ വന്നിട്ട് പറയുകയാണ്, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. അവൻ ശുദ്ധമായി. കുഷ്ഠം പോലെയുള്ള വ്രണങ്ങളെ ശുദ്ധമാക്കിയ കർത്താവിന് തൻ്റെ മുറിവുകളെ മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവനത് ചെയ്തില്ല. ആ അടയാളങ്ങൾ എന്ത് ചെയ്തു? അവൻ സൂക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? തോമസിന് വേണ്ടിയിട്ടാണ്. അവൻ വിശ്വസിക്കണം. അവൻ താൻ പ്രിയപ്പെടുന്നവർക്ക് വേണ്ടി ചില അടയാളങ്ങൾ യേശു കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് 3-ാമത്തെ പാഠം. 4-ാമത്തെ പാഠം, വിജയത്തിലും യേശുവിന് എന്തുണ്ട്? ഒരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം എന്താ? തന്നെ പുതച്ചിരുന്ന, തന്നെ പൊതിഞ്ഞിരുന്ന ആ വസ്ത്രം യേശു എന്ത് ചെയ്തു? എടുത്ത് മടക്കി വെച്ചു. ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഒരു ഡിസിപ്ലിൻ ലൈഫ് ആർക്കുണ്ടായിരുന്നു? നമ്മൾ പണ്ടേ പഠിച്ച അല്ലേ? അധികാലത്ത് എഴുന്നേൽക്കും, പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിപ്പോകും, ഇടവേളയിൽ പ്രാർത്ഥിക്കും, രാത്രിയും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിപ്പോകും. ഒരു ഡിസിപ്ലിൻ യേശുവിന് എവിടെ ഉണ്ടായിരുന്നു? തൻ്റെ ഭൗതിക ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. താൻ ഉയർത്തപ്പോഴും എന്തുണ്ട്? അതേ ഡിസിപ്ലിൻ ഉണ്ട്. നമുക്കും ജീവിതത്തിൽ വിജയിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. എന്ത് വേണം? ഒരു ഡിസിപ്ലിൻ വേണം. യേശുവിനെ മാതൃകയാക്കിയാൽ മതി. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഡിസിപ്ലിനൊക്കെ വേണം. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ, പ്രാഥമിക കാര്യം ചെയ്യുന്ന കാര്യത്തിൽ, ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. ചില ആൾക്കാർ താമസിച്ച് മീറ്റിംഗ് വന്നു ചോദിച്ചാൽ എന്ത് പറയും? എഴുന്നേക്കാൻ താമസിച്ചുപോയി, എഴുന്നേക്കാൻ താമസിച്ചുപോയി. എഴുന്നേക്കാൻ ഡിസിപ്ലിൻ ഇല്ല. കിടക്കുന്ന കിടക്ക കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും. പുതപ്പ് എവിടെയാ, തലയണ എവിടെയാ, ഇതൊന്നും അറിയത്ത് ഇല്ല. ഒരു അച്ചടക്കവും ഇല്ലാത്ത ജീവിതം. അടുക്കള കയറിയ അടുക്കള പിന്നെ എന്താണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. റൂമിലാണെങ്കിൽ റൂം എന്താണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒരു അച്ചടക്കവും ഇല്ലാത്ത ജീവിതം പല ആൾക്കാർക്കും ഉണ്ട്. അവർക്ക് ആർക്കും വിജയിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. നമുക്ക് എന്ത് വേണം? ഒരച്ചടക്കം വേണം. യേശു തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന കുറേ പാഠം അതൊക്കെയാണ്. നമുക്ക് ഭൗമികമായിട്ട് എന്ത് വേണം? ഒരച്ചടക്കം വേണം. യേശു തൻ്റെ വിജയത്തിലും തൻ്റെ അച്ചടക്കം കാത്ത് സൂക്ഷിച്ചവൻ. 5-ാമത്തെ പാഠം, യേശു ശിഷ്യന്മാരോട് വന്ന് പറയുന്ന കാര്യം. 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. 20-ന്റെ 19. ശിഷ്യന്മാര് ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുകയാണ്. ഈ ഭയം ശരിക്കും റീസണബിളാണ്. അതിൻ്റെ കാരണം പല ഭയങ്ങളുണ്ട്. വേണം 2 തരം ഭയമുണ്ടെന്ന് പറയാം. ഒന്ന്, ചുമ്മാ ഉള്ള ഭയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഭയങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാനൊരു ഒരു കാര്യമാണ്, ഈ പുഴ വറ്റുകയും പുഴയ്ക്ക് അക്കരെ നിൽക്കുന്ന പട്ടി, കെട്ടിയിരിക്കുന്ന പട്ടിയുടെ കെട്ട് അഴിഞ്ഞു പോവുകയും ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭയമുണ്ടല്ലോ. മനസ്സിലായോ? പുഴയ്ക്ക് അക്കരെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുന്നുണ്ട്, ആ പട്ടിയെ കെട്ടിയിട്ടേക്കാണ്. ആ കെട്ട് അഴിഞ്ഞു പോവുകയും ഇടയ്ക്കുള്ള പുഴ വറ്റി പോവുകയും ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ഭയമുണ്ട്. ഒരു കാര്യമില്ലാത്ത ഭയം. കയ്യിലൊരു മുഴ വന്നു, അയ്യോ ക്യാൻസർ ആയിരിക്കും. പരിശോധിച്ചൊന്നുമില്ല, ചുമ്മാ ഒരു മഴ കണ്ടതേ ഉള്ളൂ. അത് ചിലപ്പം എവിടെയും മുട്ടിയതിൻ്റെ മുഴയായിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്താ പേടി? എന്താ? അയ്യോ ക്യാൻസർ ആവും. അങ്ങനത്തെ ഭയമുണ്ട്. അത് ചുമ്മാ ഉള്ള ഭയം. അത് പറഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ ഇവിടുത്തെ ഭയം അതല്ല. ഇവിടുത്തെ ഭയം ഓൾറെഡി ഈ പടയാളികൾ പോയി പറഞ്ഞു. എന്താ? യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പ്രചരിപ്പിച്ചു. അപ്പൊ ഇവരെയും എന്ത് ചെയ്യാം? പിടിക്കാം.
യേശുവിനെ ക്രൂശിക്കാൻ തയ്യാറായവര്, നമ്മൾ കുറച്ച് പാടിയില്ല ഒരു പാട്ട്, യേശുവിനെ ആക്രമിക്കാനും അതിക്രമിക്കാനും തയ്യാറായെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഇതൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ശിഷ്യന്മാരുടെ പേടി റീസണബിൾ ആണ്. ആ പേടിയാണ്, ആ ഭയമാണ് ആര് മാറ്റിയത്? യേശു. അപ്പൊ യേശു എന്ത് മാറ്റുന്നവനാണ്? ഭയം മാറ്റുന്നവനാണ്. ഭയം, അത് നമ്മുടെ ഭയത്തിന്റെ പുറകിൽ ഒരു കാരണമുണ്ടെങ്കിൽ പോലും ആ കാരണത്തെ പോലും മാറ്റാൻ നമ്മൾ വാതിലടച്ചിട്ട് ഇങ്ങനെ ഭയന്നിരിക്കുകയാണെങ്കിൽ അതിന് നടുവിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനായിട്ട് കഴിയുന്ന ഭയം മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഭയം ഇല്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കണ്ട ആ 2 ശിഷ്യന്മാർ അവർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. എമ്മാവൂസിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം ലൂക്കോസ് 24:15 വായിക്കുന്നത് അവർ തമ്മിൽ തർക്കിച്ചു എന്നുള്ളതാണ്. അവർ തമ്മിൽ തർക്കിച്ചും വാദിച്ചും മുൻപോട്ട് പോകുമ്പോൾ എന്നാണ് 24:15. ലൂക്കോസ് 24:15. അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് ഇരിക്കുന്നത്. ഇംഗ്ലീഷിനകത്ത് വാദിച്ചു എന്നുള്ളതാണ്. അവർ വാദിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് യേശു അടുത്ത് ചെന്ന് നടന്നു. 17-ാം വാക്യം, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന്. ഇവർക്ക് എന്തുണ്ട്? തമ്മിൽ വാദമുണ്ട്, തർക്കമുണ്ട്. താഴോട്ട് വായിച്ചാൽ അറിയാം, അവരുടെ ആശയക്കുഴപ്പത്തെ ആര് ദൂരീകരിക്കുകയാണ്? യേശു കർത്താവ് ദൂരീകരിക്കുകയാണ് അവരുടെ ആശയക്കുഴപ്പം. യേശു ഉയർത്തു എന്ന് ഒരാൾ പറയുന്നു, ഉയർക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് അടുത്തയാൾ പറയുന്നു. ഇതാണ് തർക്കം. ഈ തർക്കവുമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ, വാദവുമായി മുൻപോട്ട് പോകുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, മോശ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തന പുസ്തകങ്ങളിലുണ്ട്, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരുടെ ആശയക്കുഴപ്പത്തെ ആര് ദൂരീകരിച്ചു? യേശു ദൂരീകരിച്ചു. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോട് പറയണം? കൂടെ യേശുവുണ്ട്. യേശുവിന് നമ്മുടെ തർക്കത്തെ തീർക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട്, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകത്ത്. തീർച്ചയായിട്ടും 3ാമത് ചരട് ആരാണ്? കർത്താവാണ്, ദൈവമാണ്. ദൈവത്തോട് പറഞ്ഞാൽ അത് കുടുംബത്തിനകത്തെ പ്രശ്നമാണെങ്കിലും സഭയ്ക്കകത്തെ പ്രശ്നമാണെങ്കിലും തമ്മിലുള്ള വാദമാണെങ്കിലും അതിനൊക്കെ അവിടെ പരിഹാരമുണ്ട്. യേശുവിൽ പരിഹാരം. യേശു തർക്കങ്ങളെ തീർക്കുന്ന, ആശങ്കകളെ മാറ്റുന്ന, വിശദീകരണം നൽകുന്നവൻ ആണ്. അതാണ് അടുത്ത പാഠം. ഇനി 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ. യോഹന്നാൻ 21-ന്റെ 1 മുതൽ 3 വരെ. നമ്മൾ കണ്ടതാണ് ശിഷ്യന്മാർ യേശുവിനെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. യേശു വന്നു, അവരെ തിരഞ്ഞു വന്നു, അവരുടെ അടുത്ത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. 10-ാമത്തെ വാക്യം വായിച്ചു, 21-10 വായിച്ചാൽ മതി. 21-10. ഓക്കെ. യേശു അവരെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് 5-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ട്. അപ്പൊ യേശു ഈ പിന്മാറി പോകുന്നവരെ തിരഞ്ഞു ചെല്ലുന്നവനാണ്, അല്ലെങ്കിൽ തേടി ചെല്ലുന്നവനാണ്. ശിഷ്യന്മാര് യേശു ഉയർന്നെങ്കിലും എന്താ, ഇനിയും ആകുലതകളാണ്, വിഷമങ്ങളാണ്. കാരണം ജീവിത ഭാരങ്ങളുണ്ട്, ജീവിത ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം നിറവേറണം. അങ്ങനെ നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലിക്ക് പോകണം. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് യേശു എന്ത് ചെയ്തത്? ഇവര് വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി. മീൻ പിടിക്കാൻ പോയെങ്കിൽ പോകട്ടെ എന്ന് വെക്കുകയല്ല യേശു ചെയ്യുന്നത്. പിന്നെയും എന്ത് ചെയ്യുക? യേശു പിന്നെയും അവരുടെ പുറകെ ചെല്ലുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു 500-ൽ പരം പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ 7 പേര് പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ? വേറെ 500 പേരില്ലേ? 500-ൽ പരം ആൾക്കാരില്ലേ? അങ്ങനെയല്ല. പിന്മാറി പോകുന്ന, അകന്നു പോകുന്നവരെ വീണ്ടും അരികിലേക്ക് വിളിക്കുന്ന സ്നേഹസമ്പന്നനാണ് കർത്താവ്. പുകഞ്ഞ കൊള്ളി അവൻ കെടുത്തി കളയത്തില്ല, പുകഞ്ഞ തിരി കെടുത്തി കളയത്തില്ല, ചതഞ്ഞ ഓട കുടിച്ചു കളയത്തും ഇല്ല.
ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ തെറ്റിപ്പോയാലും നമ്മൾ മടങ്ങി വരണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ അരികിലേക്ക് വരുന്നവനാണ് ആര്? യേശു. നമ്മുടെ അരികിലേക്ക് വരും. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു മനുഷ്യൻ 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകൻ തൻ്റെ സമ്പത്തൊക്കെ വാങ്ങിച്ചിട്ട് അത് വിറ്റു, ആ പണം കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇവന്റെ പണം തീരുമ്പോൾ ഇവന്റെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക? ഇവനെ വിട്ടുപോവുക. ഇത്രയും നാളും ഇവന്റെ പണം കൊണ്ട് തിന്ന ഒരു കൂട്ടുകാരൻ പോലും ഇനി ഞാൻ ഉണ്ടട എന്ന് പറഞ്ഞില്ല. അവരെയൊക്കെ എന്ത് ചെയ്തു? ദൈവം അവനിൽ നിന്ന് അകറ്റി. അത്രയുമല്ല വായിക്കുന്നത്, അവിടെ ഒരു ക്ഷാമമുണ്ടായി. ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പൊ കൂട്ടുകാരെ ദൈവം അകറ്റി. 2, ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടാക്കി. 3, ഇവൻ ഈ പന്നിയുടെ തീറ്റ തിന്നാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തില്ല? അതുപോലും അവന് കൊടുത്തില്ല. അപ്പൊ ദൈവം പ്രവർത്തിക്കുന്ന ഇങ്ങനെ. ദൈവം കൂട്ടുകാരി കൂടെ പ്രവർത്തിച്ചു, ദൈവം പ്രകൃതിയിൽ കൂടെ പ്രവർത്തിച്ചു, ദൈവ യജമാനന്മാരി കൂടെ പ്രവർത്തിച്ചു. അങ്ങനെ അവസാനം ഇവന് ബോധം വന്നു. മനസ്സിലായി, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഈ വേലക്കാര് ആഹാരം കഴിച്ചിട്ട് അത് കളയുകയാണ്, ഞാൻ ഇവിടെ ആഹാരത്തിന് വേണ്ടി വലയുകയാണ്. അപ്പൊ ദൈവം നമ്മളുടെ തിരിച്ചു വരവിന് വേണ്ടി പ്രകൃതിയെ പോലും ഉപയോഗിക്കുന്നവനാണ്. എങ്ങനെ യോനെ ദൈവം അവിടെ കൊണ്ടുവന്നേ? ഒരു മരം കൽപ്പിച്ചുണ്ടാക്കി. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തണലുള്ള ഒരു മരം കൽപ്പിച്ചുണ്ടാക്കി. ആ തണല് ഈ യോന അനുഭവിച്ചു. പിറ്റേ ദിവസം ഒരു പുഴുവിനോട് കൽപ്പിച്ചു, ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു, മരം ഉണങ്ങിപ്പോയി. കണ്ടോ? പ്രകൃതി പോലും എന്ത് ചെയ്യുക? നാം യോനയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ ദൈവം നമ്മളുടെ മടങ്ങി വരവ് എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളത് ലോകത്തിന്റെ തത്വമാണ്. യേശുവിന്റെ തത്വം ഇനി അവസരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മളെ വീണ്ടും, യേശു നമ്മളെ വീണ്ടും മാടി വിളിക്കുന്നു. നമ്മൾ പിന്മാറി പോകാതിരിക്കാൻ അവൻ നമ്മെ തിരികെ വിളിക്കുന്നവൻ ആണ്. പിന്നെ യേശു തൻ്റെ സഹോദരന്മാരെ പോയി കാണുകയാണ്, പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തിനാ? സഹോദരന്മാരെ നേടാൻ വേണ്ടിയിട്ട്. സാഹോദര്യ സ്നേഹത്തിന്റെ ഒരു വലിയ ചിത്രം എവിടെയുണ്ട്? യേശു കർത്താവിൻ്റെ ജീവിതത്തിനകത്തുണ്ട്. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം. സാഹോദര്യ സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായത്. സഹോദരന്മാർ തമ്മിൽ സ്നേഹമില്ലാത്തൊരു കാലഘട്ടം. എനിക്ക് വളരെ പരിചയമുള്ള ഒരാളെ അറിയാം. അദ്ദേഹം ഇങ്ങനെ ഈ ഭൂമിയൊക്കെ അളക്കാൻ വേണ്ടി പോകുന്ന, സർവേ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ വിശ്വാസികളെന്നൊക്കെ പറയുമെങ്കിലും കാര്യത്തോടടുക്കുമ്പം ഇവരുടെയൊക്കെ സ്വഭാവം വേറെയാണ്. ഒരു ശകലം സ്ഥലത്തിന് വേണ്ടി പോലും വഴക്കുണ്ടാക്കുന്ന, ചീത്ത പറയുന്ന, കത്തിയെടുക്കുന്ന വിശ്വാസികളെ പുള്ളി കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം. പുള്ളി ഇങ്ങനെ സ്ഥലം അളക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അങ്ങനെ വിശ്വാസികൾക്ക് സ്ഥലം അളന്നു കൊടുക്കാൻ വേണ്ടി പോയപ്പം ഒരു ശകലം സ്ഥലം അല്ലെങ്കിൽ ഒരു മരം സഹോദരന് കൂടിപ്പോയതിൻ്റെ പേരിൽ അവനെതിരെ കത്തിയെടുക്കുന്ന സഹോദരന്മാരെ വിശ്വാസികൾക്കിടയിലായി കണ്ടിട്ടുണ്ട്. ഈ സർവേ ചെയ്യുന്ന ആൾ കണ്ടിട്ടുണ്ട്. അത്തരം വൈരാഗ്യത്തിലേക്ക്, പിടിവാശിയിലേക്ക്, ഇച്ചിരി കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി വഴക്കിലേക്കൊക്കെ ഇന്ന് വിശ്വാസികൾ പോലും പോകുകയാണ്. യേശു ഇവിടെയും മാതൃകയാണ്. യേശു ഭ്രാന്തനാണെന്ന് പറഞ്ഞ, യേശുവിനോട് നീ വേണമെങ്കിൽ പോയി യെരൂശലേമിൽ പോയി അത്ഭുതം കാണിക്കാൻ വേണ്ടി പറഞ്ഞ, യേശുവിനെ വിശ്വസിക്കാതിരുന്ന, യേശു മരിക്കാൻ കിടക്കുമ്പോൾ പോലും അരികിലേക്ക് വരാതിരുന്ന അവൻ്റെ അമ്മയെ യേശുവിൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ മാത്രം തനിച്ചാക്കിയ യാക്കോബിനെ കാണാൻ, യോസയെ കാണാൻ, ശീമോനെ കാണാൻ, സഹോദരിമാരെ കാണാൻ യേശു തയ്യാറാവുകയാണ്. എന്തൊരു സ്നേഹമാണ് അല്ലെ? സാഹോദര്യ സ്നേഹം. ഞാൻ കിടന്ന അതേ ഉദരത്തിൽ കിടന്നവരാണ് യാക്കോബ്. അവനും എവിടെ വേണം? ദൈവസഭയിൽ വേണം. അവനും എൻ്റെ കൂടെ വേണം. ആ ചിന്ത നമുക്ക് ഉണ്ടാകണം. യേശു എന്നുള്ള പാഠമാണ് സാഹോദര്യ സ്നേഹമുള്ളവരായിട്ട് മാറുക. അവസാനത്തെ പാഠം യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. സൃഷ്ടി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം
കാടും മരവും മൃഗവും ഒന്നുമല്ല. ദൈവത്തിന് രണ്ട് തരം ആൾക്കാരാണ് ഉള്ളത്. ഒന്നാമത് സൃഷ്ടികളുണ്ട്, രണ്ടാമത് മക്കളുണ്ട്. യോഹന്നാൻ 1:12. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്, യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മർക്കോസ് 16:15-16. സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അപ്പൊ യേശുവിനെ അംഗീകരിക്കാത്തവരൊക്കെ സൃഷ്ടികളും യേശുവിനെ അംഗീകരിച്ചവരൊക്കെ മക്കളും ആണ്. മക്കളായ നമ്മുടെ ഉത്തരവാദിത്തമാണ് യേശുവിനെ അംഗീകരിക്കാത്ത ജാതികളോട്, യേശുവിനെ അംഗീകരിക്കാത്ത സൃഷ്ടികളോട് സുവിശേഷം പറയുക എന്നുള്ളത് നമുക്കുള്ള വാഗ്ദത്തം. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ തിരിച്ചു വിളിക്കുന്ന, നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി അടയാളങ്ങൾ സൂക്ഷിക്കുന്ന, നമ്മുടെ ഭയം മാറ്റുന്ന, നമ്മുടെ ആശങ്ക മാറ്റുന്ന, നമ്മെ മടക്കി വിളിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഈ കർത്താവിനെ പിൻപറ്റാം, അവൻ്റെ മാതൃക പിൻപറ്റാം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാം. ഈ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദൂതൻ കല്ല് ഉരുട്ടി നീക്കുമ്പോഴാണ് ഈ 40-ാം ദിവസത്തിൻ്റെ 1-ാം ദിവസം ആരംഭിക്കുന്നത്. ഈ 40 ദിവസം അവസാനിക്കുമ്പോൾ ദൂതന്മാർ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ മുകളിലേക്ക്, ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപിരിഞ്ഞ യേശു അവൻ എന്ത് ചെയ്യും? അവൻ വീണ്ടും മടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് പഠിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കും.